യേശുക്രിസ്തുവിൻ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ചില ദിവസങ്ങൾക്ക് ശേഷം ദൈവത്തിൻ്റെ വചനവുമായി ഈ പ്ലാറ്റ്ഫോമിലായിരിക്കാൻ സർവശക്തനായ ദൈവം നൽകുന്ന വിലപ്പെട്ട സന്ദർഭത്തിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി. ഈ പുതിയ വർഷത്തിൻ്റെ പ്രാരംഭ സന്ദർഭങ്ങളിൽ ദൈവത്തോടുകൂടെ ചേർന്ന് സഞ്ചരിക്കുവാനും ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് വായിക്കുന്നത് പോലെ ദൈവ ആലോചനയ്ക്ക് ചുവടുകൾ വയ്ക്കുവാൻ സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം 7-ാമത്തെ വാക്യം. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം 7-ാം വാക്യം. ഒരുത്തൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. ശത്രുതയില്ലാതെ ജീവിക്കുവാനായിട്ട് കഴിയുമോ? ശത്രുക്കൾ വ്യക്തികൾക്കെതിരെ തിരിയുകയും ഇല്ലാതാക്കുവാൻ ചെയ്യുകയും ചെയ്യുന്ന അനവധി സന്ദർഭങ്ങൾ വിശുദ്ധ തിരുവെഴുത്തുകളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുന്ന വ്യക്തികളെ ലോകം പകച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നാം നയിച്ചാൽ പ്രത്യക്ഷത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ അംഗീകരിച്ചില്ല എങ്കിലും വാസ്തവമായി ഈ മനുഷ്യനൊരു നീതിമാനായിരുന്നു എന്ന് പകയ്ക്കുന്നവർ പോലും ഹൃദയത്തിൽ പറയത്തക്ക നിലയിൽ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയും. വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. നന്മ ചെയ്തുകൊണ്ടാണ്. അനവധി ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ കടന്നു വന്ന കർത്താവിന് ലോകം കൊടുത്തത് ക്രൂശാണ്, മുൾക്കിരീടമാണ്, പകയാണ്. യേശു കർത്താവ് നന്മ ചെയ്തത് നിമിത്തം പലരും വിരോധികളായി കർത്താവിനെതിരെ എഴുന്നേൽക്കുവാൻ ഇടയായി. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് സ്നേഹത്തിൻ്റെ മാർഗം നാം അവലംബിക്കുമ്പോൾ ശത്രുക്കളെ നമുക്കില്ലാതാക്കുവാനായിട്ട് കഴിയും. ശത്രുക്കളെ എങ്ങനെയാണ് നമുക്കില്ലാതാക്കുവാൻ കഴിയുന്നത്? ക്രിസ്തു കാണിച്ച ആ നല്ല ഒരു മാതൃക നാം പിന്തുടരുമ്പോൾ. കർത്താവിൻ്റെ മാർഗമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മാർഗമാണ്. ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും വിട്ടുവീഴ്ചയുടെയും തന്നെ ഉപദ്രവിച്ച വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുവാനിടയായി. നമ്മുടെ ബിഹേവിയർ, പെരുമാറ്റങ്ങൾ നാം ദൈവത്തെ പോലെ ദൈവിക സ്വഭാവത്തിൽ ഇടപെടുമ്പോൾ ശത്രുക്കൾ മിത്രങ്ങളായി മാറുവാൻ ഇടയാകും. വേദപുസ്തകം അസന്നിഗ്ധമായി ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. വിദ്വേഷങ്ങളും ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും ഒക്കെ പ്രതികാരം മനോഭാവത്തോടെ പ്രവർത്തിക്കുവാനുള്ള പ്രചോദനം ഈ ലോകത്തിൻ്റെ ദൈവം വ്യക്തികളിലേക്ക് പകർന്ന് പക കൊണ്ടും വിദ്വേഷം കൊണ്ടും മനുഷ്യ മനസ്സുകളെ ബന്ധിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാതെ നീരസമുള്ള വ്യക്തിയായി തീർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ, അതിനെ ജയിക്കണമെങ്കിൽ ദൈവകൃപ വളരെ നമുക്ക് ആവശ്യമാണ്. നമ്മോട് ദ്രോഹം ചെയ്ത, ദോഷം ചെയ്ത, നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തികൾ കണ്ടേക്കാം. കാരണം കൂടാതെ പകച്ചിട്ടുള്ളവർ, തിന്മകൾ പറഞ്ഞിട്ടുള്ളവർ, കള്ളക്കഥകൾ രചിച്ചിട്ടുള്ളവർ, കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി ഏതു വിധേനയും വഴി അടയ്ക്കണമെന്ന മനോഭാവത്തോടുകൂടെ പ്രവർത്തിച്ചിട്ടുള്ളതായ വ്യക്തികൾ കണ്ടേക്കാം. എന്നാൽ അവരോടൊക്കെയുള്ള നമ്മുടെ പെരുമാറ്റം ക്രിസ്തു ആണെങ്കിൽ എങ്ങനെയാണോ പെരുമാറുന്നത് ആ ഒരു മനോഭാവത്തിൽ വേണം നാം എല്ലാ സമയത്തും ഇത്തരം സാഹചര്യങ്ങളിൽ പെരുമാറാനായിട്ട്. ക്രിസ്തുതുല്യമായിട്ടുള്ള മനസ്സിന് ഉടമകളായി തീരുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യങ്ങളല്ല. യേശു കർത്താവിനെ നാം അനുകരിക്കുമ്പോൾ മറക്കാനും ക്ഷമിക്കുവാനും വിട്ടുവീഴ്ചയോടുകൂടെ ഇടപെടുവാനും നാം തയ്യാറാകും. നാം പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ അധ്യായത്തിൽ അതുപോലെ തന്നെ ഇസഹാക്കിനെ കുറിച്ച് നാം വായിക്കുന്ന ഭാഗങ്ങൾ 25-ാം അധ്യായത്തിലുണ്ട്, 26-ാം അധ്യായത്തിലുണ്ട്. സൗമ്യതയുടെ പ്രതീകമായിരുന്നു അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് എന്ന് പറയുന്നത്. ഇസഹാക്ക് ഗരാറിൽ പാർത്തു, ആ ആണ്ടിൽ വിതച്ചു, 100 മേനി വിളവ് കൊയ്യുകയാണ്. എന്നാൽ അത് നിമിത്തം ധനവാനായി തീർന്നതായി ഇസഹാക്കിനോട് ഫെലിസ്ത്യർക്ക് അസൂയ തോന്നിയിട്ട് ഫെലിസ്ത്യർ 26-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇസഹാക്കിനോട് പറയുന്നുണ്ട്, അബീമലേക്ക് ഇസഹാക്കിനോട്
നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടു പോക എന്ന് പറഞ്ഞു. അപ്പോൾ വിട്ടുപോകാനായിട്ട് പറയുകയാണ്, പരിഹസിച്ചയക്കുകയാണ്, നിന്ദിച്ചയക്കുകയാണ്. എന്നാൽ ഇസഹാക്ക് ശണ്ട കൂടാൻ നിന്നില്ല, മാറിപ്പോയി കിണർ കുഴിച്ചു. ആ കുഴിച്ച ഇടത്ത് വീണ്ടും കടന്നു വന്ന് കലഹം ഉണ്ടാക്കുകയാണ്. ഇസഹാക്ക് വേറൊരു ദോഷത്തിന് പോയില്ല, അവിടുന്ന് ഒഴിഞ്ഞുപോയി. ദൈവം ഇസഹാക്കിന് വേണ്ടി പ്രവർത്തിച്ച് രഹബത്ത് അല്ലെങ്കിൽ ദൈവം ഇടമുണ്ടാക്കി തന്നു എന്ന് പറയത്തക്ക നിലയിൽ ദൈവം മറ്റൊരു നീരുറവ ഇസഹാക്കിന് കൊടുത്തു. അപ്പോൾ ഇസഹാക്കിൻ്റെ ഈ പ്രവർത്തികളെയെല്ലാം അബീമലേക്കും തൻ്റെ സേനാപതിയും വീക്ഷിക്കുകയായിരുന്നു. ഇസഹാക്ക് പാർത്ത ഇടത്തേക്ക് ചില നാളുകൾക്ക് ശേഷം ഈ അബീമലേക്ക് തൻ്റെ സേനാപതിയുമായിട്ട് കടന്നു വന്നിട്ട് പറയുകയാണ്, ദൈവം നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ പറയുക മാത്രമല്ല, സമാധാനപരമായി ഒരു ഉടമ്പടി ചെയ്യുവാനായിട്ട് തയ്യാറാകുകയാണ്. പ്രിയപ്പെട്ടവരെ, സൗമ്യതയോടുകൂടെ കാര്യങ്ങളെ നിരീക്ഷിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്തതായ ഇസഹാക്ക് ഇത്തരം വികാരപരമായ പെരുമാറ്റം നടത്തുന്ന വ്യക്തികളുടെ മുൻപിൽ ക്ഷമ കൊണ്ടും സഹിഷ്ണുത കൊണ്ടും തങ്ങളുടെ പ്രാണനെ നേടുവാനായിട്ടിടയായി. നമ്മുടെയും ജീവിതത്തിൽ ക്ഷമയാണ് വലുത്, സഹിഷ്ണുതയാണ് വലുത്. ഒരുപക്ഷേ കോപമിളക്കുന്ന, ക്രോധമിളക്കുന്ന, വൈരാഗ്യ മനോഭാവങ്ങളെ ജ്വലിപ്പിക്കുന്ന വാക്കും പ്രവൃത്തിയും കാഴ്ചവെക്കുന്നവർ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്തുണ്ടായിരിക്കാം. അവിടെ നിങ്ങളുടെ പെരുമാറ്റം ക്രിസ്തുവിനെ പോലെ ആയിരിക്കട്ടെ. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.